ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എയ്ഗൺ ലേണിംഗ്. അപ്പോൾ 10 വർഷത്തോളം ആവർത്തിച്ച് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നും ഈ ക്വസ്റ്റ്യൻ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റും. അതാണ് ഇത്രയും വർഷം ആവർത്തിച്ച് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഈസി ആയിട്ട് മനസ്സിലാക്കും. നിങ്ങൾ 1 മിനിറ്റ് ചിലവഴിച്ചാൽ നിങ്ങൾക്ക് 4 മാർക്കോ അല്ലെങ്കിൽ 3 മാർക്കോ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? രണ്ടാമത്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ക്ലോറിൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഫ്ലൂറിൻ. ക്ലോറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഫ്ലൂറിനേക്കാൾ കൂടുതലാണ്. സാധാരണഗതിയിൽ ഫ്ലൂറിനാണ് വരേണ്ടത്, നിങ്ങൾക്കറിയാം. പക്ഷെ ഇവിടെ ആർക്കാ? ഫ്ലൂറിന് സൈസ് കുറവാണെങ്കിൽ ശരിക്കും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതൽ വരേണ്ടത് ഫ്ലൂറിനാണ്. പക്ഷെ ഇവർ പറയുന്നത് ക്ലോറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഫ്ലൂറിനേക്കാൾ കൂടുതലാണ്. എന്തുകൊണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ 2 ക്വസ്റ്റ്യൻ. ഒന്ന്, ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഒരു ആറ്റത്തിന്റെ അവസാനത്തെ ഷെല്ലിലേക്ക്, ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റത്തിന്റെ അവസാനത്തെ ഷെല്ലിലേക്ക് ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ്. ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് or it is the heat energy change when an electron is added to the valence shell of isolated gaseous atom. ഒരു ഗ്യാഷ്യസ് ആറ്റത്തിന്റെ അവസാനത്തെ ഷെല്ലിലേക്ക് ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യപ്പെടുന്ന എനർജി, ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റത്തിന്റെ അവസാന വാലൻസ് ഷെല്ലിലേക്ക് ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയെ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ക്ലിയർ അല്ലേ? യെസ്. അതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് നെഗറ്റീവ് ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫ്ലൂറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറവാണെന്നാണ്. ഫ്ലൂറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറവാണ്. ആരെക്കാളും? ക്ലോറിനേക്കാളും. എന്തുകൊണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ക്ലോറിൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതലാണ്. ആരെക്കാളും? ഫ്ലൂറിനേക്കാളും. എന്തുകൊണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണ് ആൻസർ. ഫ്ലൂറിന്റെ 2p ഇലക്ട്രോൺ ആഡ് ചെയ്യേണ്ടത്. ക്ലോറിന്റെ കേസിൽ 3p ഇലക്ട്രോൺ ആഡ് ചെയ്യേണ്ടത്. 2pക്ക് സൈസ് കുറവാണ്. മക്കൾക്കറിയാം 2p ഓർബിറ്റലിന് സൈസ് കുറവാണ്. ആരെക്കാളും? 3pനേക്കാളും. സോ ഫ്ലൂറിന്റെ ഇലക്ട്രോണുകൾ ശ്രദ്ധിക്കുക. ഫ്ലൂറിനിലേക്ക് നിങ്ങൾ ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടേണ്ടത് 2p ഓർബിറ്റിലേക്കാണ്. ക്ലിയർ അല്ലേ? പക്ഷേ ക്ലോറിന്റെ കേസിലാണെങ്കിലോ 3p ഓർബിറ്റിലേക്കാണ്. 3p ഓർബിറ്റിന് സൈസ് കൂടുതലാണ്. സോ 2p ഓർബിറ്റിൽ സൈസ് കുറവുള്ള 2p ഓർബിറ്റിലേക്ക് ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇന്നർ ഇലക്ട്രോൺ റിപ്പൾഷൻ ഉണ്ടാവും. ഇന്നർ ഇലക്ട്രോൺ റിപ്പൾഷൻ. ആ റിപ്പൾഷൻ കാരണം റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയുടെ ഒരു പാർട്ട്, ആ റിപ്പൾഷൻ ഓവർകം ചെയ്യാൻ ഉപയോഗിക്കും. സോ ഫ്ലൂറിന് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറവായിരിക്കും. അപ്പോൾ ഒന്നുകൂടി പറയാം, ഇന്നർ ഇലക്ട്രോൺ റിപ്പൾഷൻ ഡ്യൂ ടു സ്മോൾ സൈസ് ഓഫ് 2p ഓർബിറ്റൽ എന്ന് എഴുതിയാൽ മക്കൾക്ക് 2 മാർക്ക് കിട്ടുക. റെഡിയാണ്? ഇന്നർ ഇലക്ട്രോൺ എന്താ പറയാ, ഡ്യൂ ടു സ്മോൾ സൈസ് ഓഫ് 2p ഓർബിറ്റൽ there should be an inner electron repulsion in the case of fluorine. അത് എഴുതിയാൽ മതി, 2 മാർക്ക് കിട്ടും. പക്ഷേ കൺസെപ്റ്റ് കുറച്ചുകൂടി മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ മതി. അത് 2p ഓർബിറ്റലിന് സൈസ് കുറവാണ്, അവിടെ ഇന്നർ ഇലക്ട്രോൺ റിപ്പൾഷൻ ഉണ്ടാവും. ആ റിപ്പൾഷൻ കാരണം റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയുടെ ഒരു പാർട്ട് ആ റിപ്പൾഷൻ ഓവർകം ചെയ്യാൻ ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ മതി. ആൻസർ ഇവിടെ ഉണ്ട്, അടുത്ത സ്ലൈഡിൽ ഉണ്ട് ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം മക്കൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും. ഇങ്ങനെയുള്ള കോണ്ടന്റ് വീഡിയോസ് നിരന്തരം നമ്മൾ എന്ത് ചെയ്യുക, ചാനൽ അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ മറക്കരുത്, നാളെ +1 ചാനൽ, എയ്ഗണിന്റെ +1 ചാനൽ ഒരു ലൈവ് ഉണ്ട് 7:30. ഓക്കെ, അതിൽ സ്ട്രക്ചർ ഓഫ് ആറ്റവും ക്ലാസിഫിക്കേഷന്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റവും ക്ലാസിഫിക്കേഷനും സെറ്റായി തരാൻ വേണ്ടി നാളെ എയ്ഗണിന്റെ +1 ചാനൽ കറക്റ്റായിട്ട് ഞങ്ങൾ എത്തും. അപ്പം മാക്സിമം ഫ്രണ്ട്സിനെ ഷെയർ ചെയ്തോ. ഇങ്ങനെയുള്ള നിരന്തരം ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആയിരിക്കും ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓണം എക്സാമിന് ഫുൾ മാർക്ക്. റെഡി അല്ലേ? അപ്പോൾ ഓക്കെ.